ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. മദ്യപിച്ച് ലക്ക് കേട്ട് ഭക്ഷണം വാങ്ങാനായി പോകുന്ന ഒരു ഗുണ്ടയുടെ ഫോൺ താഴേക്ക് വീഴുകയാണ്. സുധീഷ് പതിയെ കസേര ആ ഫോണിന്റെ അരികിലേക്ക് കൊണ്ടുവന്ന് കാൽ വിരൽ കൊണ്ട് സുഭാഷിന്റെ നമ്പറിലേക്ക് ഡയൽ ചെയ്യുകയും സുഭാഷും ഹരീഷും നികേഷുമായി സംസാരിക്കുകയുമാണ്. സുധീഷിനെ അന്വേഷിച്ച് തക്കലയിലെത്തിയ അവർ സുധീഷ് എവിടെയാണെന്നുള്ള കാര്യം വിശദമായി ചോദിക്കുകയാണ്. നടന്ന കാര്യങ്ങളെല്ലാം സുധീഷ് പറയുകയും അതൊരു ഇരുമ്പ് ഫാക്ടറി ആണെന്നും ഏകദേശ സ്ഥലവും പറഞ്ഞു കൊടുക്കുകയാണ് സുധീഷ്. ഈ സമയം ഭക്ഷണവും വാങ്ങി ഗുണ്ടകൾ അവിടേക്ക് വരുമ്പോൾ കോള് കട്ട് ചെയ്ത് ഭയത്തോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. സുഭാഷും ഹരീഷും നികേഷും ബൈക്കിൽ സുധീഷ് പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് കയറി വരുന്ന ഗുണ്ടകളെ കണ്ട് ഫോൺ കാലുകൊണ്ട് തട്ടിക്കളയുകയാണ് സുധീഷ്. സംശയത്തോടുകൂടി സുധീഷിന്റെ അരികിലേക്ക് വന്ന അവരിൽ ഒരാൾ ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഇവിടെ വന്നത്? നിന്നെ ഞങ്ങൾ ഇരുത്തിയിരുന്നത് അവിടെയല്ലേ? നീ എന്താ കാലുകൊണ്ട് തട്ടിക്കളഞ്ഞത്? സത്യം പറയടാ, നീ എന്താ ചെയ്തത്? തറയിൽ കിടക്കുന്ന ഫോൺ എടുത്ത് ഒരു ഗുണ്ട പറയുന്നു, അണ്ണ ഫോൺ. ജീൻസിന്റെ പോക്കറ്റിൽ നോക്കി മറ്റൊരാൾ പറയുകയാണ്, അണ്ണ ഇത് എന്റെ ഫോണാ. നിന്റെ ഫോൺ എങ്ങനെയാണ് ഇവന്റെ കയ്യിൽ വന്നതെന്ന് അയാൾ ചോദിക്കുമ്പോൾ ആ ഗുണ്ട പറയുന്നു, അതെനിക്ക് അറിയില്ല അണ്ണ. ഭക്ഷണം വയ്ക്കാൻ പോയപ്പോൾ എന്റെ കയ്യിൽ നിന്ന് താഴെ വീണതാണെന്ന് തോന്നുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല. അയാൾ പറയുന്നു, ഫോൺ താഴെ വീണതുപോലും നീ അറിഞ്ഞില്ലേ? ഇവൻ ആരെങ്കിലും ഫോൺ ചെയ്തു എന്ന് നോക്കടാ. ഫോണിൽ നോക്കിയിട്ട് അയാൾ പറയുന്നു, അണ്ണ 2-3 നമ്പറിലേക്ക് ഇവൻ വിളിച്ചിട്ടുണ്ട്. ഇത് കിട്ടി ദേഷ്യത്തോടു കൂടി സുധീഷിന്റെ ഷട്ടർ കുത്തിപ്പിടിച്ച് അയാൾ ചോദിക്കുകയാണ്, നീ ആർക്കാടാ ഫോൺ ചെയ്തത്? സത്യം പറയടാ. സുധീഷ് ഒന്നും മിണ്ടാതെ ഇരിക്കുമ്പോൾ അവർ വീണ്ടും സുധീഷിനെ തല്ലുകയാണ്. മിണ്ടാ നിൽക്കെന്ന് പറഞ്ഞ് ആ ഗുണ്ടകളിൽ ഒരാൾ സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. സുഭാഷ് ബൈക്ക് സൈഡിലേക്ക് ഒതുക്കി നിർത്തുമ്പോൾ എന്തുപറ്റി സുഭാഷ് ഏട്ടാന്ന് ചോദിക്കുകയാണ് നികേഷും ഹരീഷും. കോള് കണ്ട് സുഭാഷ് പറയുകയാണ്, സുധീഷാടാ വിളിക്കുന്നത്. അങ്ങനെ സുഭാഷ് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ ഹരീഷ് പതി പറയുന്നു, സുഭാഷ് ഏട്ടാ മിണ്ടരുത്, ഫോൺ സ്പീക്കറിലിട്. സംശയത്തോടുകൂടി ആ ഗുണ്ട ഹലോ എന്ന് പറയുമ്പോൾ സുഭാഷും ഹരീഷും മിണ്ടാതെ ഇരിക്കുകയാണ്. സുധീഷ് മനസ്സിൽ പറയുന്നു, സുഭാഷ് ഏട്ടാ സംസാരിക്കരുതേ. സുഭാഷ് പതി പറയുകയാണ്, സുധീഷ് അല്ലടാ. ആ ഗുണ്ട ചോദിക്കുന്നു, ആരാടാ നീ? സംസാരിക്കടാ. കോള് കട്ട് ചെയ്ത് ഹരീഷ് പറയുന്നു, സുധീഷ് ഏട്ടൻ നമ്മളെ വിളിച്ചത് അവര് കണ്ടു എന്നാ തോന്നുന്നത്. ഭയത്തോടുകൂടി നികേഷ് ചോദിക്കുന്നു, ഹരീഷ് ഏട്ടാ സുധീഷ് ഏട്ടനെ അവരെന്തെങ്കിലും ചെയ്യുമോ? അപ്പോൾ ഹരീഷ് പറയുകയാണ്, ഒന്നുമില്ലടാ, നമുക്ക് അവരെ കണ്ടെത്താം. സുഭാഷ് ഏട്ടാ വണ്ടി എടുക്ക്. അങ്ങനെ അവർ ബൈക്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി സുധീഷിനെ അടിക്കാൻ നോക്കിയിട്ട് ആ ഗുണ്ട ഫോണുമായി പുറത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം കണ്ട് ഭയത്തോടുകൂടി ഇരിക്കുകയാണ് സുധീഷ്. തുടർന്ന് പുറത്തേക്ക് മാറി നിന്ന് ആ ഗുണ്ട അരുണിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് അരുൺ ചോദിക്കുന്നു, എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങനെ വിളിക്കുന്നത്? ഞാൻ അടിച്ച അടിയില് അവൻ ചത്തുപോയോ? ടെൻഷനോടുകൂടി ആ ഗുണ്ട പറയുന്നു, അതല്ല സർ, ഞങ്ങൾ പുറത്ത് പോയ സമയം നോക്കി അവൻ ആരെയോ ഫോണിൽ വിളിച്ചു. ഞെട്ടി വിശ്വസിക്കാനാകാതെ അരുൺ ചോദിക്കുകയാണ്, ആര്? സുധീഷോ? അയാൾ പറയുന്നു, അതെ സർ. ഇത് കേട്ട് ദേഷ്യത്തോടു കൂടി അരുൺ ചോദിക്കുന്നു, എടാ വിട്ടി, എങ്ങനാടോ അവൻ ഫോൺ ചെയ്തത്? അവനെ കെട്ടിയിട്ടിരിക്കുകയല്ലായിരുന്നോ? അയാൾ നടന്ന കാര്യങ്ങളെല്ലാം അരുണിനോട് പറയുകയാണ്. തുടർന്ന് അയാൾ പറയുന്നു, സർ, ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ചു നോക്കി, എന്റെ ശബ്ദം കേട്ട ഉടനെ അവര് കട്ട് ചെയ്തു. ഇത് കേട്ട് അരുൺ ചോദിക്കുകയാണ്, വിവരമില്ലാത്തവന്മാരെ, അവൻ ഫോൺ എടുത്ത് കോള് ചെയ്യുന്നത് വരെ നീയൊക്കെ എന്ത് ചെയ്യുകയായിരുന്നു? അയാൾ പറയുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പുറത്തു പോയതാണ് സർ. ആ ഗ്യാപ്പിലാണ് അവൻ ഫോൺ എടുത്ത് കോള് ചെയ്തത്. അരുൺ പറയുകയാണ്, നിന്നെയൊക്കെ എന്താടാ ചെയ്യേണ്ടത്? എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? കെട്ടിയിട്ടിരിക്കുന്ന അവൻ ഫോൺ ചെയ്തിരിക്കുന്നു. ഇത് കേട്ട് അയാൾ പറയുന്നു, സർ, ഞങ്ങളുടെ ഭാഗത്താ തെറ്റ്, ക്ഷമിക്കണം. ഇത് കേട്ട് അരുൺ ചോദിക്കുകയാണ്, ക്ഷമിക്കാനോ? ദേ നോക്ക്, ഉടനെ അവനെ അവിടുന്ന് മാറ്റണം. ഞാൻ പറയുന്നിടത്തേക്ക് കൊണ്ടുപോയാ മതി. അങ്ങനെ ചുറ്റും നോക്കി അരുൺ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കുകയാണ്. അവിടേക്ക് എത്രയും പെട്ടെന്ന് സുധീഷിനെ മാറ്റണമെന്നും പറയുന്നു. തുടർന്ന് ഞാൻ നാളെ രാവിലെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞ് അരുൺ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് അകത്തേക്ക് കയറി വന്ന ആ ഗുണ്ട പറയുന്നു, എടാ പോയി വണ്ടി എടുക്ക്, എത്രയും പെട്ടെന്ന് ഇവനെ നമുക്ക് ഇവിടുന്ന് മാറ്റണം. അങ്ങനെ അവർ സുധീഷിന്റെ കെട്ടഴിക്കുകയാണ്. ബഹളം വെച്ചുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, നീയൊക്കെ എന്താടായി ചെയ്യുന്നത്? എന്നെ എങ്ങോട്ടായി കൊണ്ടുപോകുന്നത്? എന്നെ വിടടാ. അവർ ബലമായി പിടിച്ചു വലിച്ച് സുധീഷിനെ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ശേഷം അവർ സുധീഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുധീഷ് ബഹളം വെക്കുമ്പോൾ അവരിൽ ഒരാൾ വാ പൊത്തി പിടിക്കുകയാണ്. ടെൻഷനോടുകൂടി സുധീഷ് മനസ്സിൽ പറയുന്നു, സുഭാഷ് ചേട്ടനും ഹരീഷും ഒക്കെ ഇപ്പൊ ഇവിടെ എത്തുമല്ലോ. അത് മനസ്സിലാക്കി ഇവര് എന്നെ വേറെ എവിടേക്കോ കൂട്ടിക്കൊണ്ടു പോവുകയാ. ഈ സമയം കണ്ടു നിറഞ്ഞ് സുധീഷിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നിധി ഓർക്കുന്നു രാജീവിന്റെ വാക്കുകൾ. ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. വേണ്ട, അങ്ങനെ ഒരു ജീവിതം നിനക്ക് വേണ്ട. തുടർന്ന് ഗുണ്ടകളുടെ ഒപ്പം വണ്ടിയിലിരിക്കുന്ന സുധീഷ് ബഹളം വെച്ച് വീടടാന്ന് പറഞ്ഞ് പുറത്തേക്ക് നോക്കുകയാണ്. ഗുണ്ടകളിൽ ഒരാൾ സുധീഷിന്റെ വായിലേക്ക് പ്ലാസ്റ്റർ ഒട്ടിക്കുന്നു. മറ്റൊരാൾ പറയുന്നു, ഇവന്റെ കൈയും കൂടി കെട്ടിയിട്. ഈ സമയവും നിധി സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. തുടർന്ന് വളരെ വേഗത്തിൽ സുധീഷ് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഹരീഷും സുഭാഷും നികേഷും. ഒരു വളവ് തിരിഞ്ഞു വരുമ്പോൾ സുധീഷിനെ കൊണ്ടുപോകുന്ന ഗുണ്ടകളുടെ വണ്ടി ഹരീഷിന്റെ ബൈക്കിൽ ഇടിക്കുകയാണ്. ബൈക്ക് പറഞ്ഞ് ഹരീഷ് താഴേക്ക് വീഴുന്നു. ഇത് കണ്ട് ഭയത്തോടുകൂടി ഉറക്കെ നികേഷ് ഹരീഷ് ഏട്ടാന്ന് വിളിക്കുകയാണ്. ഗുണ്ടകളും വണ്ടി നിർത്തി തിരിഞ്ഞു നോക്കുകയാണ്. തളർന്നിരിക്കുന്ന സുധീഷ് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ബൈക്കിൽ നിന്ന് ഇറങ്ങി ഹരീഷിന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ഹരീഷിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് നികേഷും സുഭാഷും. ഹരീഷിന്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടു കൂടി ഉറക്കെ സുഭാഷ് എടാന്ന് വിളിക്കുമ്പോൾ ഡ്രൈവ്
ചെയ്തുകൊണ്ടിരുന്ന ആ ഗുണ്ട പുറത്തേക്ക് ഇറങ്ങാനായി തുടങ്ങുകയാണ്. ഇത് കണ്ട് ഗുണ്ടകളുടെ ഒരാൾ ചോദിക്കുന്നു, നീ എന്താണ് ഈ ചെയ്യുന്നത്? ഡ്രൈവറായ അയാൾ പറയുന്നു, അവന്മാർക്ക് ഇത്തിരി അഹങ്കാരം കൂടുതലാണെന്ന് തോന്നുന്നു, ഞാൻ ചെന്ന് 4 കൊടുത്തിട്ട് വരാം. ഇത് കേട്ട് അയാൾ പറയുകയാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല, മര്യാദയ്ക്ക് നീ വണ്ടി എടുക്ക്. അവൻ ചത്തൊന്നും പോയിട്ടില്ലല്ലോ, കയ്യിൽ ഒരു മുറിവല്ലേ ഉള്ളൂ, നീ വണ്ടി എടുക്ക്. സുഭാഷ് ദേഷ്യത്തോടുകൂടി ആ ഡ്രൈവറുടെ അരികിലേക്ക് വന്ന് ഷട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, നീയൊക്കെ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് വണ്ടി ഓടിക്കണ്ടേ? അവന്റെ കൈ മുറിഞ്ഞത് കണ്ടോ? ഇത്ര വേഗത്തിലാണ് വണ്ടി ഓടിക്കുന്നത്. തിരിഞ്ഞു നോക്കുന്ന സുധീഷ് കാണുകയാണ് ഡ്രൈവറായ ഗുണ്ടയോട് സംസാരിച്ചു നിൽക്കുന്ന സുഭാഷിനെയും ഹരീഷിനെയും നികേഷിനെയും. പുറത്തേക്ക് ഇറങ്ങാനും ബഹളം വെക്കാനും ഒക്കെ ശ്രമിക്കുകയാണ് സുധീഷ്. സുഭാഷിനെ പിടിച്ചു മാറ്റി ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, അവരെ വിട്ടേര്, നമുക്കിപ്പം സുധീഷ് ഏട്ടന്റെ കാര്യമാണ് പ്രധാനം, വാ നമുക്ക് പോകാം. ഇത് കേട്ട് സുഭാഷ് ഹരീഷിന്റെ ഒപ്പം ബൈക്ക് എടുക്കാനായി പോവുകയാണ്. ഗുണ്ടകളുടെ ഒരാൾ വണ്ടിയിലേക്ക് കയറാനായി തുടങ്ങുമ്പോൾ അയാളെ ചവിട്ടി താഴെ ഇടുകയാണ് സുധീഷ്. പുറത്തേക്ക് നോക്കി നികേഷ് എന്ന് സുധീഷ് ഉറക്കെ വിളിക്കാനായി ശ്രമിക്കുമ്പോൾ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുകയാണ് നികേഷ്. നീ എന്താടാ പുറത്തേക്ക് നോക്കുന്നതെന്ന് ചോദിച്ച് സുധീഷിനെ അവർ തള്ളി അകത്തേക്ക് കയറ്റുകയാണ്. നികേഷ് നല്ല വ്യക്തമായി സുധീഷിനെ കാണുന്നു. ഞെട്ടി വിശ്വസിക്കാനാകാതെ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഹരീഷ് ഏട്ടാ, ദേ അങ്ങോട്ട് നോക്ക്, സുധീഷ് ഏട്ടൻ. സുഭാഷും ഹരീഷും തിരിഞ്ഞു നോക്കുന്ന സുധീഷിനെ കാണുകയാണ്. ആ ഗുണ്ടകൾ വളരെ വേഗത്തിൽ സുധീഷിനെ കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ, ഹരീഷ് ഏട്ടാ, വണ്ടി എടുക്ക്. അങ്ങനെ സുഭാഷും ഹരീഷും നികേഷും ബൈക്കിൽ ആ വണ്ടിയുടെ പിന്നാലെ പോകുന്നു. സുധീഷ് അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. ഗുണ്ടകളിൽ ഒരാൾ പറയുകയാണ്, ഇവന്മാരെന്താ നമ്മുടെ പിന്നാലെ വരുന്നത്? ചെറുതായി അവന്റെ ബൈക്കിലൊന്ന് തട്ടിയതല്ലേ ഉള്ളൂ, അവന് കാര്യമായിട്ടൊന്നും പറ്റിയിട്ടുമില്ല, പിന്നെന്താ ഇവര് നമ്മുടെ പിന്നാലെ വരുന്നത്? അങ്ങനെ അവർ സംശയത്തോടുകൂടി തിരിഞ്ഞു നോക്കുകയാണ്. വണ്ടിയുടെ അരികിലേക്ക് ബൈക്കിൽ വന്ന ഹരീഷ് ഉറക്കെ പറയുന്നു, വണ്ടി നിർത്തടാ. നിർത്താനല്ലടാ പറഞ്ഞത്. ആ ഗുണ്ടകളിൽ ഒരാൾ പറയുന്നു, എടാ, നീ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നു, പെട്ടെന്ന് പോ, വണ്ടി നിർത്തടാന്ന് ഉറക്കെ പറയുകയാണ് ഹരീഷും സുഭാഷും നികേഷും. തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, വാടാ ഹരീഷേ, സുഭാഷ് ഏട്ടാ, നികേഷേ വാ. ഗുണ്ടകളുടെ വണ്ടിയുടെ 2 സൈഡിൽ കൂടെയും ബൈക്കിൽ വരികയാണ് സുഭാഷും ഹരീഷും നികേഷും. അവർ വളരെ വേഗത്തിൽ ഓവർടേക്ക് ചെയ്ത് വണ്ടിയുടെ മുന്നിലേക്ക് ബൈക്ക് നിർത്തുകയാണ്. ഗുണ്ടകൾ എല്ലാവരും ദേഷ്യത്തോടുകൂടി വണ്ടിയിൽ നിന്നിറങ്ങുമ്പോൾ ബൈക്കിൽ നിന്നും ഇറങ്ങിയ സുഭാഷും ഹരീഷും നികേഷും ആ ഗുണ്ടകളെ തല്ലുകയാണ്. സുധീഷ് ഏട്ടാന്ന് വിളിച്ച നികേഷ് വണ്ടിയുടെ ഡോറ് തുറക്കാനായി ചെല്ലുമ്പോൾ ഗുണ്ടകളുടെ ഒരാൾ നികേഷിനെ പിടിച്ച് തള്ളുകയാണ്. ഈ സമയം സുഭാഷ് അവിടെ ഓടി വരികയും ഡോറ് തുറക്കാനായി ശ്രമിക്കുകയുമാണ്. ആ ഗുണ്ട സുഭാഷിനെ തല്ലുമ്പോൾ സുഭാഷും അയാളെ തിരിച്ചു തല്ലുകയാണ്. ഈ സമയം അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന നികേഷ് വണ്ടിയുടെ ഡോറ് തുറന്നു കൊടുക്കുകയാണ്. സുധീഷിന് പുറത്തേക്ക് ഇറങ്ങാനാകുന്നില്ല. സുധീഷിനെ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. സുധീഷ് ഏട്ടാന്ന് വിളിച്ച് നികേഷ് വണ്ടിയിലേക്ക് കയറി സുധീഷിന്റെ കയ്യിലെ കെട്ടഴിച്ച് വായിലെ പ്ലാസ്റ്റർ എടുത്ത് മാറ്റുകയാണ്. ശേഷം സുധീഷ് ഏട്ട വാന്ന് പറഞ്ഞ് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് കാറിൽ നിന്നും ഇറങ്ങുകയാണ് നികേഷ്. ഈ സമയം ഗുണ്ടകളെയൊക്കെ അടിച്ചു വീഴ്ത്തുകയാണ് സുഭാഷും ഹരീഷും. സുധീഷിന്റെ അരികിലേക്ക് ഓടി വന്ന സുഭാഷും ഹരീഷും ചോദിക്കുന്നു, സുധീഷേ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ? എനിക്കൊരു കുഴപ്പമില്ല സുഭാഷ് ഏട്ടാന്ന് സുധീഷ് പറയുമ്പോൾ തള്ളുകൊണ്ട് വീണ് കിടന്ന ഗുണ്ടകൾ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ നേരെ വരികയാണ്. സുഭാഷും സുധീഷും ഹരീഷും വളരെ ദേഷ്യത്തോടുകൂടി ആ ഗുണ്ടകളെല്ലാം അടിച്ചു വീഴ്ത്തുകയാണ്. നികേഷും അവരുടെ ഒപ്പം കൂടുകയാണ്. അതിലൊരാളുടെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് സുഭാഷ് ചോദിക്കുന്നു, എന്തിനാടാ നീ ഇങ്ങനെ ചെയ്തത്? ഞങ്ങളുടെ സുധീഷിനെ നീ എന്തിനാടാ തട്ടിക്കൊണ്ടുപോയത്? ആര് പറഞ്ഞിട്ടാ? സത്യം പറയടാന്ന് പറഞ്ഞ് ഹരീഷ് അയാളെ തല്ലുകയാണ്. സുധീഷ് പറയുന്നു, മതിയടാ ഹരീഷ്, സുഭാഷ് ഏട്ടാ വേണ്ട, സത്യം പറയടാ, നീ എന്തിനാടാ ആ സ്വർണവും പണവും എല്ലാം എടുത്തോണ്ട് പോയത്? ഞാൻ ആ വഴി വരുമെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അത്രയും പണവും സ്വർണവുമായാണ് വരുന്നതെന്ന് നിന്നോട് ആരാടാ പറഞ്ഞത്? സത്യം പറയുന്നോ അതോ? അങ്ങനെ സുധീഷ് അയാളെ ഇടിക്കാനായി തുടങ്ങുമ്പോൾ അയാൾ പറയുന്നു, പറയാം, ഞാൻ പറയാം, എന്നെ ഒന്നും ചെയ്യില്ലേ? പണം തന്ന് നിങ്ങളെ ഒരു സ്ഥലത്ത് അടച്ചിടണോന്ന് പറഞ്ഞു, അതാരാണെന്ന് എനിക്കറിയില്ല. ഇത് കേട്ട് വളരെ ദേഷ്യത്തോടു കൂടി ആ ഗുണ്ടയെ നോക്കുകയാണ് സുഭാഷും സുധീഷും ഹരീഷും നികേഷും. തുടർന്ന് രാവിലെ അടുക്കളയിലേക്ക് വന്ന ഹേമ സാന്ദ്രയോട് പറയുന്നു, മോളെ സാന്ദ്ര, എനിക്ക് നല്ല തലവേദന, ഒരു കോഫി ഉണ്ടാക്കി തരണേ. തരാം അമ്മയെന്ന് പറഞ്ഞ് സാന്ദ്ര കോഫി ഉണ്ടാക്കാനായി തുടങ്ങുമ്പോൾ പാലെടുത്തിട്ട് വരാന്ന് പറഞ്ഞ് ഹേമ ഫ്രണ്ടിലത്തെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പാലും പത്രവും എടുക്കുന്ന ഹേമ കാണുകയാണ് മറ്റൊരു പത്രം വായിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞിരിക്കുന്ന സുധീഷിനെ. മുഖം വ്യക്തമായി കാണാത്തത് കൊണ്ട് ഹേമ ചോദിക്കുന്നു, ആരാന്നാ ചോദിച്ചത്? രാവിലെ നിങ്ങൾ എന്തിനാ ഈ വീട്ടുമുറ്റത്ത് വന്നിരിക്കുന്നത്? നിങ്ങൾക്ക് എന്താ ചെവി കേട്ടൂടെ? ആരാന്നാ ചോദിച്ചത്? സുധീഷ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞെട്ടി പത്രവും പാലും താഴേക്കിട്ട് രാജീവേട്ടാന്ന് വിളിച്ച് അകത്തേക്ക് ഓടി പോവുകയാണ് ഹേമ. ഹേമയൊന്ന് നോക്കിയിട്ട് സുധീഷ് അവിടെ തന്നെ ഇരിക്കുകയാണ്. ടെൻഷനോടുകൂടി അകത്തേക്ക് ഓടി വരുന്ന ഹേമ കോഫിയുമായി വരുന്ന സാന്ദ്രയുടെ കയ്യിൽ തട്ടുകയും കോഫി താഴേക്ക് വീഴുകയുമാണ്. സാന്ദ്ര ചോദിക്കുന്നു, എന്താ അമ്മ ഇത്? അമ്മ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? എന്തിനാ ഇങ്ങനെ ഭയം ഓടി വരുന്നത്? പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചോണ്ട് ഹേമ പറയുന്നു, അവിടെ എന്താണെന്ന് സാന്ദ്ര ചോദിക്കുമ്പോൾ ഹേമ ചോദിക്കാണ്, അരുൺ എവിടെ? പോയി അരുണിനെ വിളിച്ചോണ്ട് വാ. അരുണേട്ടാന്ന് വിളിച്ച് സാന്ദ്ര അകത്തേക്ക് പോകുമ്പോൾ രാജീവിനെ വിളിക്കാനായി ഓടി പോവുകയാണ് ഹേമ. റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്ന രാജീവ് ചോദിക്കുന്നു, എന്തു പറ്റി ഹേമേ? നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നത്? ഈ സമയം അരുണിനെയും കൂട്ടിക്കൊണ്ട് ഹാളിലേക്ക് വരികയാണ് സാന്ദ്ര. രാജീവേട്ടൻ തന്നെ വന്ന് നോക്കെന്ന് പറഞ്ഞ് രാജീവിനെയും കൂട്ടിക്കൊണ്ട് ഹേമയും ഹാളിലേക്ക് വരുന്നു. രാജീവും അരുണും സാന്ദ്രയും സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ പുറത്തേക്ക്
ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹേമ പറയുന്നു, അങ്ങോട്ട് നോക്ക്. ഈ സമയം നിധിയും അവിടേക്ക് വരികയാണ്. അകത്തേക്ക് കയറി വരുന്ന സുധീഷിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. നിധി കണ്ടു നിറങ്ങിയ സമാധാനത്തോടു കൂടി നിൽക്കുമ്പോൾ ടെൻഷനോടുകൂടി മുഖത്തോട് മുഖം നോക്കുകയാണ് രാജീവും ഹേമയും അരുണും. സുധീഷ് എന്ന് വിളിച്ച് നിധി അരികിലേക്ക് വരുമ്പോൾ മുന്നിലേക്ക് കയറി നിന്ന് സുധീഷിന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ച് അരുൺ ചോദിക്കുന്നു, എടാ ഞങ്ങളുടെ സ്വർണവും പണവും എല്ലാം എടുത്ത് നീ എവിടേക്കാടാ ഓടിപ്പോയത്? പറയടാ. ഇത് കണ്ട് രാജീവ് മനസ്സിൽ പറയുകയാണ്, ഇവൻ എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? ഷട്ടിൽ കുത്തിപ്പിടിച്ച് വളരെ ദേഷ്യത്തോടു കൂടി അരുൺ പറയുന്നു, എടാ സുധീഷ്, നിന്നോടാ ചോദിച്ചത്, സത്യം പറയടാ, ഞങ്ങളുടെ പണവും സ്വർണവും ഒക്കെ എവിടെ? നീ അതുമായി എവിടേക്കാ പോയത്? അരികിലേക്ക് വന്ന രാജീവ് പറയുന്നു, അരുണെ മാറടാ ഇങ്ങോട്ട്, കൈ എടുക്കാൻ അതിനോട് പറഞ്ഞത്, വിടവനെ. വന്ന ഉടനെ ഷട്ടിൽ കുത്തിപ്പിടിക്കുന്നു നീ. സുധീഷ് പണം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സുധീഷ് എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്? ഒന്ന് ക്ഷമിക്കുന്നേ. സുധീഷ് ഇവിടേക്ക് തന്നെ തിരിച്ചു വന്നപ്പോൾ നിനക്ക് മനസ്സിലാകില്ലേ വേറെ എന്തോ ആണ് നടന്നതെന്ന്? സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടാകില്ലടാ. നീ ധൃതി പിടിക്കാതെ നമുക്ക് സുധീഷിനോട് തന്നെ ചോദിക്കാം എന്താ നടന്നതെന്ന്. അങ്ങനെ സുധീഷിന്റെ കയ്യിൽ പിടിച്ച് രാജീവ് പറയുകയാണ്, സുധീഷ്, നീ ഇന്നലെ വരാത്തത് കൊണ്ട് ഇവിടെ വലിയ പ്രശ്നമായിരുന്നു. ഇപ്പൊ ഞങ്ങള് സുധീഷിനെ കണ്ടതിന് ശേഷമാണ് സമാധാനമായത്. സുധീഷ്, എന്താ സംഭവിച്ചത്? സുധീഷ് ഒന്നും വിടാതെ നിൽക്കുമ്പോൾ അരികിലേക്ക് ചെന്ന് നിധി ചോദിക്കുന്നു, ഞാൻ സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ് എന്നാണല്ലോ വരുന്നത്. എത്ര പ്രാവശ്യം ഞാൻ സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ചു, മെസ്സേജ് അയച്ചു. എവിടാണ്, എന്താ സംഭവിച്ചതെന്ന് ഒന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞുവിടായിരുന്നോ സുധീഷിന്? എന്താ സംഭവിച്ചത്? ആ സ്വർണവും പണവും ഒന്നും സുധീഷ് എടുത്തിട്ടില്ലല്ലോ അല്ലെ? ഇല്ലാന്ന് സുധീഷ് പറയുമ്പോൾ നിധി സമാധാനത്തോടു കൂടി നിൽക്കുകയാണ്. അരുണും രാജീവും ഹേമയും എല്ലാം ടെൻഷനോടുകൂടി നിൽക്കുന്നു. കരഞ്ഞോണ്ട് നിധി ചോദിക്കുന്നു, സുധീഷ് ഇന്നലെ എന്താ വരാഞ്ഞത്? സുധീഷ് ആ പണവും സ്വർണവുമായി കടന്നു കളഞ്ഞുവെന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ സുധീഷിനെ കാണാതെ പേടിച്ചുപോയി. ഒന്ന് ഫോൺ വിളിച്ച് എവിടെ ഉണ്ടെന്നൊന്ന് പറഞ്ഞാൽ എന്താ സുധീഷിന്? സുധീഷ് എവിടാ പോയത്? രാജീവിനെ അരുണിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു, ഞാൻ പണവും സ്വർണവുമായി കാറിൽ ഇവിടുന്ന് പോകുമ്പോൾ വഴിയിൽ ഒരു ആക്സിഡന്റ് കണ്ടു. എഴുന്നേൽക്കാനാകാതെ അയാൾ സഹായം ചോദിച്ചപ്പോൾ ഞാൻ വണ്ടി നിർത്തി കാര്യം അന്വേഷിച്ചു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു 5-6 പേര് വന്ന് എന്നെ അടിച്ചിട്ട് കാറിലിരുന്ന ബാഗ് എടുത്തോണ്ട് ഓടിപ്പോയി. ഞാൻ അവരെ തടയാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവരൊരു ബൈക്കിൽ കയറി അവിടെ നിന്ന് പോയി. എന്നെയും അവര് ബലമായി ഞാൻ പോയ കാറിൽ തന്നെ കയറ്റി ഏതോ ഒരു ഫാക്ടറി കൊണ്ടുപോയി കെട്ടിയിട്ടടിച്ചു. എനിക്ക് എന്താ നടന്നതെന്നൊന്നും മനസ്സിലായില്ല. ആരാണ് ആ ബാഗിലുള്ള സ്വർണവും പണവും എടുത്തോണ്ട് പോയത്? എന്നെ തട്ടിക്കൊണ്ടുപോയി കെട്ടിയിട്ടതാരാ? എനിക്ക് അതൊന്നും അറിയില്ല. രക്ഷപ്പെടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ കഴിഞ്ഞില്ല. അവരെന്തിനാണ് എന്നെ കെട്ടിയിട്ട് അവിടെ അടച്ചിട്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് അവര് എന്നെ ആ സ്ഥലത്ത് നിന്ന് മാറ്റാനായി രാത്രിക്ക് രാത്രി ഒരു വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. വഴിയിൽ വെച്ച് രക്ഷപ്പെട്ടാണ് ഞാനിപ്പം ഇവിടെ എത്തിയിരിക്കുന്നത്. സമാധാനത്തോടുകൂടി നെഞ്ചത്ത് കൈവച്ച് രാജീവ് മനസ്സിൽ പറയുകയാണ്, രക്ഷപ്പെട്ടു. ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഇവന് മനസ്സിലായിട്ടില്ല. കരഞ്ഞുകൊണ്ട് നിധി സുധീഷിനോട് ചോദിക്കുന്നു, സുധീഷിന് കുഴപ്പമൊന്നുമില്ലല്ലോ? അങ്ങനെ നിധി വിഷമത്തോടുകൂടി സുധീഷിന്റെ മുഖത്തെ മുറിവിലേക്ക് നോക്കുകയാണ്. ദേഷ്യത്തോടുകൂടി രാജീവിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു, ഞാൻ പറഞ്ഞതല്ലേ സുധീഷ് അങ്ങനെ ചെയ്യില്ലെന്ന്? ഞാൻ പറഞ്ഞതല്ലേ? സുധീഷ് അങ്ങനെയുള്ള ഒരാളല്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നിങ്ങൾ ആരെങ്കിലും അത് കേട്ടോ? സുധീഷിനെ പറ്റി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? ദേ വന്ന് നിൽക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇത് കേട്ട് രാജീവ് പറയുകയാണ്, മോളെ നിധി, മോളത് വിട്. ആദ്യം സുധീഷിനെ അവിടേക്ക് ഇരുത്ത്. ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിരിക്കുക. ഒരുപാട് അടി വാങ്ങിയിട്ടുണ്ട്. സാന്ദ്രെ, സുധീഷിനെ കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ഇത് കേട്ട് സാന്ദ്ര വെള്ളം എടുക്കാനായി ഓടിപ്പോകുമ്പോൾ രാജീവ് പറയുന്നു, സുധീഷ് അവിടെ ഇരിക്ക് വാദം പറഞ്ഞ് നിധി കരഞ്ഞുകൊണ്ട് സുധീഷിന്റെ കയ്യിൽ പിടിച്ച് അവിടേക്ക് ഇരുത്തുകയാണ്. അരികിലേക്ക് ഇരുന്ന് നിധി ചോദിക്കുന്നു, സുധീഷിനെ അവർ ഒരുപാട് തല്ലിയോ? സാരമില്ല നിധി എന്ന് സുധീഷ് പറയുമ്പോൾ സാന്ദ്ര വെള്ളം കൊണ്ട് കൊടുക്കുകയാണ്. ആ വെള്ളം വാങ്ങിച്ചു കുടിക്കുന്ന സുധീഷ് ദേഷ്യത്തോടുകൂടി രാജീവിനെ നോക്കുന്നുണ്ട്. അപ്പൊ അരുൺ പറയുകയാണ്, നിധി, അവൻ പറയുന്നതെല്ലാം നുണയാണ്. നീ അതെല്ലാം വിശ്വസിച്ചല്ലോ. ഗുണ്ടകള് വന്നു ബാഗ് എടുത്തോണ്ട് ഓടിപ്പോയി, അവനെ തട്ടിക്കൊണ്ടുപോയി. ഇതൊക്കെ അവൻ നുണ പറഞ്ഞതായിരിക്കും. ആ സ്വർണവും പണവും എല്ലാം ഇവൻ എടുത്തിട്ട് ആരോ മോഷ്ടിച്ചതാണെന്ന് ഇവൻ കള്ളം പറയുക. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അരുണിനെ ഒന്ന് നോക്കിയിട്ട് രാജീവ് മനസ്സിൽ പറയുകയാണ്, ഇവൻ ഓവർ ആക്കുകയാണല്ലോ. ഇവനിങ്ങനെ ധൃതി പിടിച്ചാൽ പിടിക്കപ്പെടുമല്ലോ. അങ്ങനെ രാജീവ് പറയുകയാണ്, അരുണെ, സുധീഷ് എന്തിനാ നമ്മളോട് കള്ളം പറയുന്നത്? പണവും സ്വർണവും എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ സുധീഷ് തിരിച്ചിവിടേക്ക് വരുമായിരുന്നോ? അപ്പൊ തന്നെ അറിയില്ലേ സുധീഷിന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന്? നീ ഒന്ന് മിണ്ടാതെ നിൽക്ക്. ഇത് കേട്ട് അരുൺ ചോദിക്കുകയാണ്, അച്ഛൻ എന്തിനാ ഇവനെ കണ്ട ഉടനെ പറഞ്ഞതൊക്കെ മാറ്റി പറയുന്നത്? സ്വർണവും പണവും എല്ലാം നഷ്ടപ്പെട്ടുവെങ്കിലും ഇവൻ മാത്രം തിരിച്ചു വന്നല്ലോ. അപ്പൊ ആ പണവും സ്വർണവും എവിടെ പോയതായിരിക്കും? തന്നെ രക്ഷിക്കാൻ പറ്റിയവന് ആ സ്വർണവും പണവും സൂക്ഷിക്കാൻ പറ്റിയില്ലേ? ഇവൻ പറഞ്ഞ കഥയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല അച്ഛാ. മോഷ്ടിച്ചിട്ട് വന്ന നല്ലവനായി അഭിനയിക്കുക. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി അവിടെ വന്ന് എഴുന്നേറ്റ് അരുണിന്റെ നേരെ വിരൽ ചൂണ്ടി നിധി പറയുന്നു, അരുണേട്ടൻ ഒരുപാട് ഓവർ ആകുന്നുണ്ട്. ഇന്നലെ മുതല് സുധീഷ് കള്ളനാണെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. സുധീഷ് കള്ളനാ? സുധീഷിന്റെ കുടുംബത്തിലുള്ളവരെല്ലാം കള്ളന്മാരാണ്. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? ദേ ഇപ്പം നിങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കുകയല്ലേ. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? സുധീഷിന്റെ മേലെ പഴിചാരുന്നത് ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഇത് കേട്ട് അരുൺ പറയുകയാണ്, ഞാനിത് വിട്ടുകളഞ്ഞേക്കാം. പക്ഷെ ആ സ്വർണവും പണവും എവിടെയാണെന്ന് അവൻ പറയട്ടെ. അതെവിടെയാണെന്ന് അറിഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ ഈ കാര്യം വിട്ടേക്കാം. സുധീഷ് ചോദിക്കുകയാണ്, ഇപ്പൊ എന്താ? നിങ്ങൾ എന്റെ കയ്യിൽ തന്നുവിട്ട സ്വർണവും പണവും എവിടെയുണ്ടെന്ന് അറിയണം. അത്രയല്ലേ ഉള്ളൂ. ദാ വരുന്നു എന്ന് പറഞ്ഞ് സുധീഷ് പുറത്തേക്ക് പോകുമ്പോൾ
സംശയത്തോടുകൂടി പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് നിധി. അരുണിന്റെ അരികിലേക്ക് വിളിച്ച് രാജീവ് പറയുന്നു, എടാ വിവരം കെട്ടവനെ, ഇവൻ എങ്ങനെയോ അവിടുന്ന് രക്ഷപ്പെട്ടിരിക്കുക. എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഇവൻ ഇത്ര ധൈര്യത്തോടെ ഇവിടെ കയറി വരുമോ? നിധി സുധീഷിനെ വിശ്വസിച്ചിരിക്കുക. വെറുതെ നീ സംസാരിച്ച് കുളമാക്കരുത്. ഈ സമയം സുധീഷ് അകത്തേക്ക് കയറി വരുമ്പോൾ ദേഷ്യത്തോടുകൂടി രാജീവിനെ തന്നെ നോക്കിക്കൊണ്ട് പിന്നാലെ വരികയാണ് സുഭാഷും നികേഷും. എല്ലാവരും ഞെട്ടി സംശയത്തോടുകൂടി അവരെ നോക്കുമ്പോൾ നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, നികേഷ്, നിങ്ങളെന്താ ഇവിടെ? എന്താ സംഭവിച്ചത്? സുധീഷ് ചോദിക്കുന്നു, നിധി, ഈ സീനില് ഇവരെങ്ങനെ വന്നെന്നാണോ ചോദിക്കുന്നത്? പറയാം, ഞാൻ തന്നെ അതും പറയാം. സുഭാഷും നികേഷും വളരെ ദേഷ്യത്തോടുകൂടി രാജീവിനെ അരുണിനെ നോക്കുമ്പോൾ അവർ ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. നിധി സംശയത്തോടുകൂടി സുധീഷിനെ നോക്കുന്നു. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.